നേർച്ചയാണത്. ഇത് ഇവിടെ നിന്ന് മുട്ടുകുത്തി ഏകദേശം എനിക്ക് വേണം 1 കിലോമീറ്ററൊക്കെ ഉണ്ടെന്നുണ്ട് നോട്ടത്തിൽ. 1 കിലോമീറ്ററോളം ഉണ്ടാവുമ്പോ ഇവിടെ നിന്ന് ഈ മണൽ എന്ന് പറഞ്ഞാലേ ചുട്ടു പഴുത്ത് കിടക്കുന്ന മണലിൽ കൂടെയാണ് ഈ ആൾക്കാർ മുട്ടുകുത്തി നീന്തി പോണത്. കണ്ട, നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നും. നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാനിത് മിയാമിക്ക് ഏതാണ്ടും 1 വയസ്സുള്ളപ്പോൾ അവളെ കൊണ്ടുവന്ന് ഇവിടെ തലമുട്ടയൊക്കെ അടിച്ച് അവള് നടന്നിട്ട് അതിലേ കൂടി അവള് ആ 1 വയസ്സുള്ളപ്പോൾ ഇവിടെ നിന്നിട്ട് അവിടം വരെയും അവളിങ്ങനെ നടന്ന് അറ്റം വരെയും പോയി. പക്ഷെ ഞാനും മീനും പിന്നെ കുറച്ച് വേറെ ടീമുണ്ടായിരുന്നു, അവര് കൂടി നേർച്ചയാണ് ഇത്. ഇങ്ങനെ അത് അവളുടെ ഇതേപോലെ ഇതിലൊക്കെ അടിച്ചിട്ട് വരണ്ട, ചന്ദനൊക്കെ തേച്ചിട്ട് വരണ്ട. പഴനി പോലത്തെ തന്നെ സെറ്റപ്പൊക്കെ തന്നെ ഇവിടെയും ഉണ്ടാ. കാണിച്ചാ എവരിലേക്ക് വരച്ച് മുട്ടത്തി പോണണ്ട ഒരാള്. ഇത് ഞാനൊക്കെ മുട്ട് പൊട്ടി ചോരയൊക്കെ വന്ന് ആകെ ഇതായി. നേർച്ചയാണത് പോണണ്ട. ഇങ്ങനെ പോകും അറ്റം വരെ. ഇങ്ങനെ ഓരോരുത്തർ മുട്ടൊക്കെ പൊട്ടി 1 കിലോമീറ്ററോളം നീന്താനുണ്ട്. ചൂടുണ്ടാ? ഉണ്ടാ? കാലുവെള്ളമുണ്ടാ? സമയം 10-11 മണിയായി. ഉണ്ടാ നീന്തി വരുമ്പോഴേക്ക് ഓരോരുത്തർ മുട്ടുത്തി കഴിഞ്ഞ് വരണണ്ട. അത്രയും ദൂരത്തുനിന്ന് ഇത്രയും ചൂടിലാണ് നീന്തി വരുന്നത്. ഓരോരുത്തരുടെ നേർച്ചയായിട്ട് വരണേണ്. വേളാങ്കണ്ണി മാതാവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോരുത്തർ ഇങ്ങനെ നീന്തി വരുന്നുണ്ട. എല്ലാ പാപങ്ങളും കഴുകി മാറ്റാനായിട്ട് മാതാവിൻ്റെ അടുത്തേക്ക് വന്നേക്കുന്നതാണ്. ഭയങ്കര ചൂടാണ്. ഇത് രാത്രി വരെയും ആൾക്കാരിങ്ങനെ ഉണ്ടാവും.